വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. 2025 ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത, പക്ഷെ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത ഗൂഗിൾ അല്ലെങ്കിൽ വേറെ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ ഈ കീവേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അകത്താകും. അപ്പൊ അത് ഏതൊക്കെയല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് 2025 നമ്മൾ ഈ കാര്യങ്ങൾ സെർച്ച് ചെയ്യരുത്. ചില കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ പണി കിട്ടും, ചില കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ പോകും. അപ്പൊ അത് ഏതാണെന്ന് ആദ്യം പറയാം. ജയിലിൽ പോണ കാര്യങ്ങൾ, ഒന്ന്, ഡ്രഗ്സിനെ കുറിച്ച് സെർച്ച് ചെയ്യരുത്, അകത്ത് പോകും. 2, ചൈൽഡ് പോർണോഗ്രഫിനെ കുറിച്ച് സെർച്ച് ചെയ്യരുത്, അതും അകത്ത് പോകും. 3, ആയുധങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യരുത്, അതും അകത്ത് പോകും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് പോകും. 4മത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധനനഷ്ടം, മാനഹാനിയൊക്കെയാണ് വരിക. അതിലൊന്ന്, കസ്റ്റമർ കെയർ നമ്പേഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്യരുത്. അത് ഈ ഫേക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കേഴ്സ് എന്ന് പറയാൻ പറ്റിയ ഫേക്കേഴ്സ് SEO ചെയ്തിട്ട് ഫേക്ക് നമ്പർ ആക്കും. കാരണം ഫ്ലിപ്കാർട്ടിന്റെ കസ്റ്റമർ കെയർ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഹിന്ദിക്കാരിലേക്ക് പോകും, അവർ നിങ്ങളെ പറ്റിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു കമ്പനിയുടെ പേര് മാത്രമേ എടുത്ത് പറയുള്ളൂ, ഗൂഗിൾ പേന്റെ ആയാലും ഏതിന്റെ ആയാലും അത് നിങ്ങൾക്ക് പണി കിട്ടും. അതാണ് സെർച്ച് ചെയ്യാൻ പാടില്ലാത്തത്. പിന്നെ മെഡിസിൻസിനെ കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം ഇതേപോലെ ഫേക്കേഴ്സ് കയറി വെച്ചിട്ടുള്ളതാണെങ്കിൽ അതും നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ, നല്ല മരുന്നുകൾക്ക് തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ കാണിക്കും. അത് എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഗൂഗിളിനെ അധികം ഡിപ്പെൻഡ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിളിൽ 2025 സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ സമറൈസ് ചെയ്യാം. ഒന്ന്, ആംസ് ആൻഡ് അമ്നിയോട്ടിക്സ്, ചൈൽഡ് പോർണോഗ്രഫി, പിന്നെ ഞാൻ പറഞ്ഞ ഡ്രഗ് ഡീലിങ്സ്, അങ്ങനെയുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, സെർച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ ഇൻകോഗ്നിറ്റോ മോഡ് ഇട്ടിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ? ഒരു ചോദ്യം ഇങ്ങനത്തെ പറയുമ്പോൾ വരുന്ന ഒരു കമന്റ് ആണ് ഞാൻ ആദ്യം ആന്റിസിപ്പേറ്റ് ചെയ്ത് പറയുന്നത്. ഇൻകോഗ്നിറ്റോ മോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലെ ക്യാഷ് മെമ്മറിയിൽ കിടക്കില്ല എന്നേ ഉള്ളൂ, നിങ്ങളുടെ സിസ്റ്റത്തിലും ബ്രൗസറിൽ സ്റ്റോർ ചെയ്യില്ല എന്നേ ഉള്ളൂ. പക്ഷെ ISPയിൽ അത് സ്റ്റോർ ചെയ്ത് കിടക്കും. അതായത് ISP പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, അത് 45 ഡേയ്സ് സ്റ്റോർ ചെയ്ത് കിടക്കും. സൈബർ സെല്ലിന് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും അത് കോൾ ഔട്ട് ചെയ്യാം. അതേപോലെ കോർട്ടിന് അത് കോൾ ഔട്ട് ചെയ്യാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യരുത്. ഇത് വളരെ യൂസ്ഫുൾ ടിപ്പാണ്, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.